പ്രതിഷേധം മാത്രമല്ലല്ലോ, പ്രതിഷേധം അവിടെ നിൽക്കുമ്പോൾ പ്രതിഷേധം അത് ഒരു വേറെ രൂപത്തിലായി എന്നുള്ളത് അല്പനേരത്തെങ്കിലും വിഷയം ശ്രദ്ധ തിരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റീത്ത് വെച്ചിട്ടുള്ള പ്രതിഷേധം അത് ഒരു ഭാവനാശൂന്യമായ പ്രതിഷേധമാണ്. അത് നേരത്തെ SFI പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ചിത ഒരുക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. പിന്നീട് കാസർഗോഡ് കോളേജ് പ്രിൻസിപ്പലിന് റീത്ത് വെച്ചത് SFI ആണ്. ഇതൊക്കെ ആ ഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ പല CPM നേതാക്കളും പ്രതികരിച്ചത് ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഉള്ള പ്രതിഷേധം, അത് സ്ത്രീവിരുദ്ധമായ ഒരു പ്രതിഷേധം എന്ന രൂപത്തിലൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഈ രണ്ട് വനിതകളുടെ കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഇപ്പോൾ അടുത്തുള്ള സംഭവങ്ങളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലൊരു റീത്ത് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അതാ വി കുഞ്ഞികൃഷ്ണൻ CPM വിമതൻ പയ്യന്നൂരിലെ പുസ്തകം ഏറ്റുവാങ്ങിയത് MN വിജയന്റെ മകനാണ് VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ ഒരു റീത്ത് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ സമരരീതി ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷേ ഇത് സമരം ചെയ്യുന്നവരോട് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പ്രതികരിക്കുക, കാണിച്ചു തരാം, നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന രൂപത്തിൽ പ്രതികരിക്കുക, അത് എത്രത്തോളം ശരിയാണെന്ന ചോദ്യമുണ്ട്. നിങ്ങളിപ്പോൾ പ്രതിരോധത്തിലാണ്, ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലാണ്. പ്രതിരോധത്തിലാകുമ്പോൾ ആ വിനയത്തോടു കൂടി വേണം ഈ വിഷയത്തെ കാണാൻ. വളരെ സെൻസിറ്റീവായ പ്രശ്നങ്ങളാണ് മുന്നിലുള്ളത്. ആ പ്രശ്നങ്ങളോട് അത്രത്തോളം കരുണയോടുകൂടിയാണോ പ്രതികരിക്കുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ആരോഗ്യമന്ത്രിയല്ല സർജറി നടത്തുന്നത്, സർജിക്കൽ പ്രൊസീജിയർ പഠിപ്പിക്കുന്നതും ആരോഗ്യമന്ത്രിയല്ല. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധമൊക്കെ എന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ.